സ്നേഹനന്ദനങ്ങൾ പ്രിയുള്ളൊരു പാഠഭേദമാണ് കേട്ടോ. പക്ഷേ യാത്രയുടെ ഇടയിൽ ചെയ്യുന്ന ഒരു പാഠഭേദമാണ്. ഇറാൻ ഇസ്രയേൽ അമേരിക്ക കോൺഫ്ലിക്റ്റ് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം നടക്കുമോ എന്ന് പോലും ആളുകൾ ചോദിക്കുന്ന ഒരു സമയത്താണ് ഈ പാഠഭേദം നമ്മൾ ചെയ്യുന്നത്. കരയുദ്ധം നടക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ആളപായങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളൊക്കെ ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിടുവാൻ തുടങ്ങിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ഈ പറഞ്ഞ ഊർജ പ്രതിസന്ധി, ഇന്ത്യയിൽ ഗ്യാസ് പ്രതിസന്ധി നേരിടുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ഊർജ പ്രതിസന്ധി നേരിടുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, പല സ്ഥലങ്ങളിലും ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെയുള്ള സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുദ്ധത്തിൻ്റെ വലിയ കെടുതികൾ ഇപ്പോൾ തന്നെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിക്കാത്തത്? ഇറാൻ വഴങ്ങാത്തതിൻ്റെ കാരണം എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ പാഠഭേദത്തിൽ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിനൊരു മറുപടി കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അലക്സാണ്ടർ ജേക്കബ് സാർ പ്രത്യേകിച്ചും പറഞ്ഞു, സദാം ഹുസൈനെയൊക്കെ തകർത്ത അമേരിക്ക ഇപ്പോൾ അതേ രീതിയിൽ ഈ അറേബ്യൻ രാഷ്ട്രങ്ങളെ അതുപോലെ തന്നെ ഇറാനെയൊക്കെ തകർക്കാനുള്ള ശ്രമമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മുടെ ആ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റുകളൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി എന്ന നിലയിലാണ് ഈ പാഠഭേദത്തിൽ ഞാൻ ചില ഇൻഫർമേഷൻസ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ വഴങ്ങാത്തതെന്ന ഒന്നാമത്തെ ചോദ്യം. അത് ഇറാൻ്റെ ഒരു സ്വഭാവമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം നിലനിൽക്കണം എന്നുള്ളതൊന്നുമല്ല അവരുടെ വിഷയം. ഖമേനിയുടെ മരണം, ഖമേനിയുടെ മകൻ പകരം വീട്ടുവാനുള്ള നല്ല ഒരു തീരുമാനത്തിലാണ്. അച്ഛൻ്റെ മരണത്തിന് കാരണമായി തീരുന്നവരോട് പകരം വീട്ടി അവർ അടങ്ങത്തുള്ളൂ. അതിനപ്പുറമായിട്ട് അവർക്കതിനകത്ത് കോംപ്രമൈസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ നന്മ അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ച് സമാധാനമുണ്ടാകണമെന്നൊന്നും അവരൊരു കാരണവശാലും തീരുമാനിക്കുകയില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ മധ്യപൗരസ്ത്യ ദേശത്തിലെ പല ട്രൈബൽ സ്വഭാവങ്ങൾ, പല ട്രൈബ്സിൻ്റെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്. അവർ അവസാന വ്യക്തി മരിക്കുന്നിടം വരെ അവർ പോരാടിക്കൊണ്ടിരിക്കും. അതൊരു ട്രൈബൽ നേച്ചറാണ്. അത് മാത്രമേ ഇറാനിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യുദ്ധം അത് മുൻപോട്ട് പോകുക തന്നെ ആണ് ചെയ്യുന്നത്. ഇറാൻ അങ്ങനെ കീഴടങ്ങി മാറുമെന്നൊന്നും ഒരു കാരണവശാലും ഇസ്രായേലോ അമേരിക്കയോ ഒന്നും വ്യാമോഹിക്കേണ്ടതില്ല. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇറാൻ്റെ അകത്ത് തന്നെ ഇറാൻ സൈന്യവും ഇറാൻ ഭരണകൂടവും മത ആധിപത്യവും തമ്മിലൊക്കെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെന്തും ആകട്ടെ, അതവിടെ നിൽക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സദാം ഹുസൈൻ എന്തുകൊണ്ടാണ് കുവൈറ്റിനെ ആക്രമിച്ചത്? എന്തുകൊണ്ടാണ് അമേരിക്ക ആ യുദ്ധത്തിൽ ഇടപെട്ടത്? ഇത് അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളുടെ ഭാഗം മാത്രമായിരുന്നുവോ? അങ്ങനെയൊക്കെയല്ലേ അലക്സാണ്ടർ ജേക്കബ് സാറൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യമാണ്. കാരണം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് പലരും കമൻ്റ് ഇട്ടു, ഇത് അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹത്തിൻ്റെ ഭാഗമാണ്. സദാമിനെ ഇപ്പോഴും കേരളത്തിലെ ചില ആളുകൾ വലിയൊരു വീരപുരുഷനായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇറാഖ് കുവൈറ്റ് യുദ്ധം ഉണ്ടാകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടത്? അതിനൊരു വിശദീകരണം തന്നു കഴിയുമ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലും അമേരിക്ക ഇടപെടുന്നതിൻ്റെ അറേബ്യൻ രാഷ്ട്രങ്ങൾ, അതായത് അറബി രാഷ്ട്രങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊരു ഏകദേശ ഐഡിയ നമുക്ക് കിട്ടുവാനിടയായി തീരും. ശരിക്കും 1990 നടന്ന ആ ഒരു ഇറാഖ് ഇൻവേഷൻ, കുവൈറ്റിലേക്കുള്ള അധിനിവേശം എന്ന് പറയുന്നതിൻ്റെ കാരണം ഒന്നാമത് ഇറാഖ് സാമ്പത്തികമായി തകർന്നു കിടക്കുകയായിരുന്നു. ഇറാഖ് യുദ്ധത്തിൻ്റെ കാരണത്താൽ സാമ്പത്തികമായിട്ട് ഇറാഖ് തകർന്നു കിടക്കുകയായിരുന്നു. രണ്ടാമത് കോടിക്കണക്കിന് ഈ പറഞ്ഞ ഡോളർ അല്ലെങ്കിൽ കുവൈറ്റ് ദിനാറ് ഈ പറഞ്ഞ ഇറാഖികൾ കുവൈറ്റുകാരോട് കടപ്പെട്ടിരുന്നു. അതായത് വളരെ വലിയ കടക്കണിയിലായിരുന്നു. കുവൈറ്റിന് ഒത്തിരി പണം കൊടുക്കുവാൻ ഇറാഖിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാഖിന് നിൽക്കക്കൊള്ളിയില്ലാതെ കുവൈറ്റിനെ അങ്ങ് പിടിച്ചെടുക്കുക എന്നൊരു തീരുമാനമാണ് അവരെടുത്തത്. മാത്രമല്ല, അതിനെ അവർ ആരോപിച്ചത് ഈ കുവൈറ്റ് മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഇറാഖിൻ്റെ അതിരുകൾക്ക് അകത്തേക്ക് കയറി പൈപ്പ് ലൈൻ കയറ്റിയിട്ട് ഇറാഖിൻ്റെ പെട്രോളിയം ഊറ്റിയെടുക്കുന്നു, ക്രൂഡ് ഓയിൽ ഊറ്റിയെടുക്കുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ഇവർ
അന്ന് ഇൻവേഷനൊക്കെ നടത്തിയത്. ശരിക്കും ഈ പറഞ്ഞ സദ്ദാം ഹുസൈൻ്റെ ആഗ്രഹം എന്തായിരുന്നെന്ന് അറിയാമോ? സദ്ദാം ഹുസൈൻ്റെ ആഗ്രഹം ക്യുവൈറ്റ് ശരിക്കും ഇറാഖിൻ്റെ ഭാഗമാണ്, അങ്ങനെ ക്യുവൈറ്റിനെ കീഴടക്കി ഇറാഖിൻ്റെ ഭാഗമാക്കി മാറ്റാം, ഇറാഖ് ക്യുവൈറ്റിലുള്ള വലിയ ഓയിൽ നിക്ഷേപം അവരുടേതാക്കി മാറ്റാം. ഇങ്ങനെയുള്ള ചിന്തകളിലാണ് സദ്ദാം ഹുസൈൻ ഇറാഖ് ഈ പറഞ്ഞ ക്യുവൈറ്റിലേക്ക് അന്ന് ഇൻവേഷൻ നടത്തിയത്. വളരെ വലിയ ക്രൂരതയാണ് ചെയ്തത്. വലിയ ഈ യുദ്ധങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ബലാത്സംഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഈ ഇറാഖി പട്ടാളക്കാരെ ശരിക്കും ക്യുവൈറ്റിൽ അഴിച്ചുവിടുകയാണ് ചെയ്തത്. വലിയ അട്രോസിറ്റീസ് അന്ന് ഈ ഇറാഖി സൈന്യം, സദ്ദാം ഹുസൈൻ്റെ സൈന്യം അങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങൾ പോലും അവർ നടത്തി എന്നുള്ളതാണ് രസകരമായ സംഗതി. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞ അറേബ്യൻ രാഷ്ട്രങ്ങൾ സൗദിയും ക്യുവൈറ്റും ഒക്കെ അമേരിക്കയെ അപ്രോച്ച് ചെയ്യുന്നത്, സഹായം അഭ്യർത്ഥിക്കുന്നത്. കാരണം അല്ലായെങ്കിൽ ഈ പറഞ്ഞ സദ്ദാം ഹുസൈൻ ബാക്കി അറേബ്യൻ രാഷ്ട്രങ്ങളെയൊക്കെ പിടിച്ചെടുക്കുമായിരുന്നു. ഇവരുടെയൊക്കെ ഒരു മോഹം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാഷ്ട്രങ്ങളെല്ലാം തങ്ങളുടെ കീഴിലാകണം എന്നുള്ളൊരു മോഹത്തോടു കൂടിയാണ് ഇവരൊക്കെ പ്രവർത്തിച്ചത്. ഇതുതന്നെയാണ് ഇറാനെക്കുറിച്ചും മറ്റ് അറബി രാഷ്ട്രങ്ങളുടെ ഒരു ഭയമെന്ന് പറഞ്ഞാൽ. കാരണം ഇറാൻ അമേരിക്കയുടെ സാന്നിധ്യം ഗൾഫിലില്ല എങ്കിൽ, ഇറാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നതാണ് അമേരിക്ക മുഴുവൻ അവരുടെ മിലിറ്ററി പ്രസൻസ് ഗൾഫിൽ നിന്ന് മാറ്റണമെന്നാണ്. അങ്ങനെ അമേരിക്കയുടെ സാന്നിധ്യം ഗൾഫിലില്ലെങ്കിൽ ഇറാൻ മറ്റ് അറേബ്യൻ രാഷ്ട്രങ്ങളെ പിടിച്ചെടുക്കും. അപ്പോൾ ഈ അറബി രാഷ്ട്രങ്ങളുടെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ഇറാഖ് ചെയ്തതുപോലെ ഇറാനും മറ്റ് അറേബ്യൻ രാഷ്ട്രങ്ങളെയൊക്കെ വരുതിക്ക് വരുത്താൻ ശ്രമിക്കും എന്നുള്ള ഒരു ഭയം ശരിക്കും ഈ അറബി രാഷ്ട്രങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അറബി രാഷ്ട്രങ്ങൾ ഇപ്പോഴും അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അറേബ്യൻ രാഷ്ട്രങ്ങളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭൂപ്രകൃതിക്കകത്ത് നടത്തുന്ന ആക്രമണങ്ങൾ അത് ഗുണമല്ല, ശരിക്കും ഇറാഖിന് ദോഷമാണ് ചെയ്യുന്നത്. കാരണം ഈ അറബി രാഷ്ട്രങ്ങളെ മുഴുവൻ ഇറാൻ അവരുടെ ശത്രുപക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു കരയുദ്ധം എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ശരിക്കും ഈ പറഞ്ഞ അറബി രാഷ്ട്രങ്ങൾ തന്നെ അതിനെ മുൻപിട്ട് ഇറങ്ങത്തക്കവണ്ണമുള്ള ഒരു നടപടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ കരയുദ്ധം ഉണ്ടാകും എന്നൊക്കെ ഉള്ള ഒരു വലിയ അഭ്യൂഹം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെയധികം നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കാരൊക്കെ ഈ അറേബ്യൻ ദേശങ്ങളിലുള്ളവരൊക്കെ ഉണ്ട്, അവരുടെ സുരക്ഷയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വളരെ പ്രാർത്ഥന വേണ്ട ഒരു സമയമാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്ന ഒരു കാലം. ശരിക്കും യേശു കർത്താവ് മാത്യു ചാപ്റ്റർ 24, മത്തായി 24, ലൂക്കോസ് 21, മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ പറഞ്ഞ അന്ത്യകാല സംഭവങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.